ഹായ് എവരിവൺ, ഇന്നിവിടെ തയ്യാറാക്കുന്നത് സേമിയ കൊണ്ടുള്ള ഒരു അടിപൊളി പുഡിംഗാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു എൽഎസ് കിച്ചൺ. 250 ഗ്രാം സേമിയയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് പോലെ തിന്നായിട്ടുള്ള സേമിയ വേണം എടുക്കാൻ. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. നന്നായി മിക്സ് ചെയ്യാം. സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് 600 മില്ലി പാലാണ് വേണ്ടത്. അതിൻ്റെ പകുതി 300 മില്ലി പാലെടുത്ത് 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ഇട്ട് മിക്സ് ചെയ്യാം. മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. സ്റ്റവിൽ വെക്കാം. തുടരെ ഇളക്കാം. സ്റ്റവിൽ വെച്ചതിന് ശേഷം തുടരെ ഇളക്കിയില്ലെങ്കിൽ കട്ട പിടിക്കും. കുറുകി വരുമ്പോൾ നമുക്ക് മാറ്റാം. മാറ്റി വെച്ചിരുന്ന 300 മില്ലി പാലിൽ കോൺഫ്ലവർ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. നന്നായി മിക്സ് ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് പാകപ്പെടുത്താൻ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ചെറുതായി ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് സ്റ്റവിൽ നിന്ന് മാറ്റാം. നമുക്ക് ബദാമും നിലക്കടലയും ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അവസാനത്തെ ഇതാണ്, ലെയർ ചെയ്യുകയാണ്. ആദ്യമായി നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് കോൺഫ്ലവറും പാൽപ്പൊടിയും ചേർന്ന ക്രീം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഫില്ല് ചെയ്യാം. ഇതിൻ്റെ മുകളിലായി മാറ്റി വെച്ചിരുന്ന റോസ്റ്റ് ചെയ്ത സേമിയ വീണ്ടും ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായി കസ്റ്റാർഡിൻ്റെ ക്രീം ഒഴിച്ച് ഫില്ല് ചെയ്യാം. ഏറ്റവും മുകളിലായി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് വിതറിക്കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കവർ ചെയ്ത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. സെറ്റായിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. 2 ക്രീം ഉള്ളത് കൊണ്ട് ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.